എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെയിൻലി ബേസ് ചെയ്ത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാം ടൈംസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ നമ്മുടെ കണ്ടന്റിനെ സ്മാർട്ട് സ്റ്റഡി ചെയ്യണം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്മാർട്ടായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ നമുക്ക് അധികം വൈകിക്കാതെ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. സോ നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റൈസ് ആൻഡ് ലേൺ എന്നാണ് പറയാറുള്ളത്. ഇപ്പം നമ്മൾ എക്സാംസിനൊക്കെ നമ്മൾ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ നമുക്ക് കാണാറുണ്ട്, നന്നായിട്ട് നല്ല നോളജ് കണ്ടന്റ് നോളജ് ഉള്ള കുട്ടികൾ ഇഷ്ടംപോലെ നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് അധികം കണ്ടന്റ് നോളജ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നോർമലി ബേസ് ചെയ്ത് പോകുന്ന കുട്ടികൾക്കായിരിക്കും ഹൈ സ്കോറേഴ്സ് ആവുന്നത് അല്ലേ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവർ പോലെ കുറേ പഠിച്ചു വെക്കും, കുറേ നോളേജ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഗെയിൻ ചെയ്ത് വെക്കും. എന്നിട്ട് പക്ഷെ എന്നാൽ ആവശ്യമുള്ള കാര്യത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ള ഐഡിയ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ പഠിക്കുക. അതായത് അറ്റ് ദി എൻഡ് ഓഫ് എവറിത്തിങ് നമുക്ക് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് റിസൾട്ട് വരുന്ന സമയത്ത് മാർക്ക് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്ക് ലഭിച്ചാലേ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് പുറത്തെവിടെയും കൊണ്ട് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ കണ്ടന്റിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നമ്മൾ പഠിക്കുന്ന കണ്ടന്റിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മാർക്കിനുള്ള എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ 5 മാർക്സിനുള്ളത് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അല്ലാതെ 10 മാർക്കിനും 5 മാർക്കിനും 2 മാർക്കിനും നിങ്ങൾ ഒരേപോലത്തെ ഒരു അതായത് ഹാർഡായിട്ട് അതിനെ എടുത്ത് പഠിക്കാതെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് മേജർ ഇമ്പോർട്ടൻസ് എവിടെയാണോ കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കി, മൈനർ ഇമ്പോർട്ടൻസ് എവിടെയാണോ കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി ഈസിയായി മാറും. നെക്സ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ ബൈ റിമെമ്പറിങ് എന്നുള്ളതാണ്. അതായത് അതിൽ കോമൺ ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് അവേ പറയുകയാണെങ്കിൽ പറയാം, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാതിരിക്കുക. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലും നമ്മുടെ കണ്ടന്റിലും സിലബസിലും ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡെഫിനിഷൻസ് ഉണ്ടാവും, ഫോർമുലാസ് ഉണ്ടാവും. അതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അത് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ച് തന്നെ ആവണം. പക്ഷേ നമ്മളെ എല്ലാ ഫുൾ കണ്ടന്റിനും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് എക്സാമിന് പോസിബിൾ ആവില്ല. അത് എക്സാമിന് നമുക്കത് പ്രാക്ടിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് മാത്രം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ബാക്കി കാര്യങ്ങൾ റിമെമ്പർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പാരഗ്രാഫ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫിന് ഫസ്റ്റ് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ മദർ ടങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ മദർ ടങ് മലയാളമാണ്. സോ ആ പാരഗ്രാഫിലുള്ള കണ്ടന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മലയാളത്തിൽ ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യം അതായത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ബേസിക്കലി ഇംഗ്ലീഷ് ആയിരിക്കും നമ്മുടെ മീഡിയം ഓഫ് നമ്മൾ എക്സാമിനേഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കീവേഡ്സ് ആ പാരഗ്രാഫിലുള്ള കീവേഡ്സുകളെ ഇംഗ്ലീഷ് ആയിട്ടുള്ള കീവേഡ്സുകളെ നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം ആ പാരഗ്രാഫിൽ 2 to 3 ടൈംസ് കൂടെ വായിച്ചതിന് ശേഷം നിങ്ങളത് റിമെമ്പർ ചെയ്തെടുക്കാൻ നോക്കുക. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതായത് അത് നമ്മൾ കാണാതെ അടച്ചു വെച്ച് ജസ്റ്റ് നമ്മളുടെ ഓൺ വേർഡ്സിൽ അതിനെ പറയാൻ ശ്രമിക്കുക, മനസ്സിൽ പറയാൻ ശ്രമിക്കുക. പിന്നീട് നിങ്ങൾ പഠിച്ചതിന് ശേഷം വേറെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യാൻ നോക്കുക, റിമെമ്പർ ചെയ്തെടുക്കാൻ നോക്കുക. നിങ്ങൾക്കത് പോസിബിൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് എക്സാമിന് ഈ കണ്ടന്റ് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏതൊരു കാര്യം പഠിക്കണമെങ്കിലും റിമെമ്പർ ചെയ്ത് ഓർത്തെടുത്ത് അതിനെ പഠിക്കാൻ ശ്രമിക്കുക എന്ന സമയത്ത് അത് കൂടുതൽ പോളിഷ്ഡ് ആയിട്ട് നമ്മളുടെ മനസ്സിൽ കടക്കും. സോ നിങ്ങൾ ഇങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പാരഗ്രാഫ് അല്ലെങ്കിൽ കണ്ടന്റിനുള്ള ടെർമിനോളജി ഓർത്ത് വെക്കാനും പറ്റും. അത് മാത്രമല്ല ഈസിലി നമുക്ക് ആ കാര്യത്തിനെ പഠിച്ചെടുക്കാനും പറ്റും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ട്രൈ റൈറ്റിംഗ് ലെക്ചർ നോട്ട്സ്. ഫസ്റ്റ് നിങ്ങൾക്ക് അതായത് ഈ ഒരു തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലെക്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിൻ്റെ ലെക്ചർ നോട്ട്സ് നിങ്ങളുടെ മദർ ടങ്ങിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ഭാഷയിൽ ഒരു റഫ് നോട്ടിലോ എന്തിലെങ്കിലും എഴുതി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് 60% ഓഫ് ദ ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ക്ലാസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ 60% ലേണിംഗ് ക്ലാസ് റൂമിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്.
ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾക്കൊരു ടോപ്പിക് ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലെക്ചർ നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങളുടെ അറിയാവുന്ന ഭാഷയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കീവേഡ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വായിച്ചാൽ മനസ്സിലാവുന്നത് ആ രീതിയിൽ നിങ്ങളൊരു ലെക്ചർ നോട്ടിൽ അല്ലെങ്കിൽ അത് റഫ് കോപ്പിയിൽ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിൽ വഴി നിങ്ങൾ 60% ഓഫ് ദി കണ്ടന്റ് ക്ലാസ്സിൽ വെച്ച് തന്നെ കവർ ചെയ്യുന്നതാണ്. ബാക്കി 40%നുള്ള വർക്ക് മാത്രം നിങ്ങൾ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ലിഷർ ടൈമിലോ ചെയ്താൽ മതിയാവും. ഇതൊരു സ്മാർട്ട് വേ ഓഫ് ലേണിംഗ് ആണ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡു നോട്ട് ഓവർ സ്റ്റഡി അറ്റ് എ സിംഗിൾ ടൈം. ഒരിക്കലും നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു 4-5 ടോപ്പിക് അല്ലെങ്കിൽ ഒരു 4-5 ലെസൺസ് ഇങ്ങനെയൊന്നും നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കരുത്. ബിക്കോസ് അത് നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആണ്. അത് മെമ്മറി കപ്പാസിറ്റിക്ക് ഭയങ്കര ഓവറായിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ കൊടുക്കുന്നത്. എപ്പോഴും നിങ്ങൾ കുറച്ച് സമയം കുറച്ച് ടോപ്പിക് എന്നുള്ളൊരു കണ്ടന്റ് എന്നുള്ളൊരു ഐഡിയ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അതാണ് നമ്മളുടെ ബ്രെയിനിൽ നമുക്ക് കണ്ടന്റിനെ സൂക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ കുറച്ച് സമയം വെച്ച് നിങ്ങൾ ഒരുപാട് ടോപ്പിക് നിങ്ങളുടെ ബ്രെയിനിൽ കുത്തിക്കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് പഠിച്ചതെല്ലാം മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ കുറച്ച് മാത്രമായി നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അത് കൂടുതൽ നിങ്ങൾക്ക് മെമ്മറി കപ്പാസിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കീവേഡ്സുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം ഹാപ്പി ഹെൻറി ലൈക്സ് ബീൻസ് ബ്രൗണി ചോക്ലേറ്റ് നട്ട്സ് ഓവർ ഫ്രൈഡേ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് തരുന്നുണ്ട്. അത് നിങ്ങളുടെ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് കുറേ ഉള്ളൊരു 10 എലമെന്റിന്റെ ഫസ്റ്റ് വേർഡ്സ് വെച്ചിട്ട് ഫോം ചെയ്തൊരു സെന്റൻസ് ആണ്. ഇത് നിങ്ങളുടെ മിക്ക പീരിയോഡിക് ടേബിളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ കീവേഡ്സുകളോ അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിനെ നിങ്ങളുടെ തലയിൽ കയറ്റാൻ ശ്രമിക്കുക. അങ്ങനെ കയറ്റുന്നത് വഴി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നിങ്ങൾ കീവേഡ്സ് ആയി കീപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനിൽ കൂടുതൽ നേരം നിൽക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ എക്സാമിനേഷൻ ടൈമിൽ ഒരിക്കലും നമ്മൾ മറന്നു പോവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാര്യത്തിൻ്റെ ഒരു പിക്ചറോ വീഡിയോ അല്ലെങ്കിൽ ഒരു ചാർട്ട് റെപ്രസെൻറ്റേഷനോ എന്തെങ്കിലും നിങ്ങളൊന്ന് ഐ വിറ്റ്നസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് പറയുന്നത് നമ്മൾ ലാലേട്ടൻ്റെ ദൃശ്യം സിനിമയിൽ പറഞ്ഞ പോലെ ദൃശ്യം അതിനൊരു വലിയ പവർ ഉണ്ട്. നമ്മുടെ മെമ്മറിയെ തന്നെ അതിൻ്റെ സ്റ്റോറിങ് കപ്പാസിറ്റി തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു വലിയ പവർ ശരിക്കും പറഞ്ഞാൽ ദൃശ്യം അതായത് വിഷന് ഉണ്ട്. നമ്മൾ എന്ത് പഠിച്ച കാര്യം നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാർട്ട് റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനോ എന്തെങ്കിലും നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം അതിനെ റിമെമ്പർ ചെയ്യാൻ വയ്ക്കും. പിന്നെ നമ്മളത് ഒരിക്കലും മറക്കില്ല. അത് മാത്രമല്ല എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഇത് ആൻസറായി പ്രസൻറ്റ് ചെയ്യാൻ വളരെ ഈസി ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്നും റിവൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ റിവൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പോളിഷ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല പഠിച്ചതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി എന്നുള്ള പറയുന്ന ഒരു ടോപ്പിക്കിൽ എനിക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എൻ്റെ ഒരു അനുഭവം ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസിൽ ഞാൻ ഫർദർ റിസർച്ചിനൊന്നും പോയിട്ടില്ല. എൻ്റെ ഒരു അനുഭവം വെച്ചാണ് എനിക്ക് ബെനിഫിഷ്യലായ ടിപ്സാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു 10 to 12 ഡേയ്സിനുള്ളിൽ നമുക്കൊരു 300 അല്ലെങ്കിൽ 320+ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെനിക്ക് ഓരോരുത്തരോടും നന്ദി പറയാനുണ്ട്. ഇനിയും കീപ് സപ്പോർട്ടിങ് മീ ഇൻ മൈ ജേർണി ആൻഡ് താങ്ക് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.